റോബസ്റ്റ പഴം കൊണ്ട് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ചായക്കടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ആരും തന്നെ ട്രൈ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചായക്കടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഴം മിക്സിന്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 4 റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തത്. നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ക്യാരറ്റ് വേണം. ക്യാരറ്റ് പുഴുങ്ങിയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഒക്കെ ക്യാരറ്റ് എടുക്കാം. പക്ഷെ പഴത്തിന്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ പഴം കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു 1/4 കപ്പ് തേങ്ങയും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. മുട്ടയും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റോബസ്റ്റ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഷുഗർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഷുഗർ ചേർക്കാതെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പൊ അതെല്ലാം ഞാൻ അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടിയിലൊരു പഴയ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ ഒരു പഴത്തിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ടും ഇതേപോലെ ഒരു പഴയ മുടി അടിയിൽ വെച്ച് കൊടുക്കണേ. കാരണം മുട്ടയും പഴമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിത് കുറച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും തേങ്ങയും ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഒരു 10-15 മിനിറ്റ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊന്തി സെറ്റായിട്ട് വരും. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ഞാൻ ഇതിന്റെ മുകളിൽ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു ദോശത്തവ എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. അപ്പൊ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് ഇത്. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.